അഭയപ്പെടെ പോയി. എന്റെ ഒരു നിമിഷത്തെ ശ്രദ്ധക്കേട് കൊണ്ടല്ല അവനിത് സംഭവിച്ചത്. ഞാൻ കാരണം മാത്രമാണ് അവൻ പോയത്. ഞാൻ വരുത്തി വെച്ചൊരു തെറ്റല്ലത്. ചേച്ചിന്റെ ജീവിതത്തിൽ എന്തൊക്കെയാ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ തളർന്നു നിന്നിട്ട് എന്ത് കിട്ടാനാ? അഭിയേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടോ? ഇല്ല. നോക്കിയേ, കരങ്ങി കണ്ടപ്പോ വീർപ്പിച്ചത് കണ്ടില്ലേ? പോയി മുഖം കഴിഞ്ഞു, എന്നിട്ട് കാണാ കോല. ചേട്ടാ, ആ പോകുന്ന ചേട്ടന്റെ വീട് എവിടെയാണെന്നറിയോ? ഇത് നമ്മുടെ സഞ്ജുമാനല്ലേ? ദേ ആ വഴി കണ്ടോ? അതിലൂടെ അങ്ങ് നേരെ വിട്ടോ. നന്ദന, നീ എന്താ ഈ നേരത്ത്? ഒന്നും അറിയാത്തൊരു പാവാണെന്നാണ് നിന്റെ വിചാരണം. നിർത്തിക്കോ അഭിനയോ? നീ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞേ? അഭിയേട്ടൻ അവിടെ പോയി. ഇന്നലെ മുതൽ കാണുന്നില്ല. എന്തായാലും നിങ്ങളുടെ വീട് നോക്കിട്ട് ഞാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് ഒന്ന് മാറി നിക്കോ. എടി നീ എങ്ങോട്ടേ പോണേ? ഞാൻ കണ്ടുപിടിക്കും. ഒന്ന് മാറങ്ങോട്ട്. ആ റൂമിൽ കേറരുത്. അപ്പോ ഈ റൂമിൽ തന്നെയാണ് ആള്. വാതിൽ തുറക്കരുത്. എന്റെ അപ്പൂട്ടൻ ഫ്രെയിമിലുള്ളത്. അപ്പൂട്ടൻ നിങ്ങളാണോ? സ്വന്തം ചേട്ടനും ചേച്ചൻ ഒരു നുള്ളു പോലും വേദനിപ്പിക്കില്ലെന്ന് നിങ്ങൾ എന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ അവള് പില്ല, എന്നെ ഒറ്റയ്ക്കാക്കി പോയി. അവൾ പോയി. ഏട്ടാ, എനിക്ക് ഏട്ടാ, ഇതെന്തോരം ടാബ്ലറ്റ്സാ? ഇതൊക്കെ എന്താ ഇവിടെ? നിങ്ങള് ടാബ്ലറ്റ്സ് യൂസ് ചെയ്യാറുണ്ടോ? ഞാൻ ആ ടാബ്ലറ്റ്സ് എടുക്കാറുണ്ട്. ഇപ്പൊ കഴിക്കേണ്ട മരുന്ന് ഏതാ? ഞാൻ എടുത്തരാം. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ എടുത്തോളാം. ഞാൻ മര്യാദക്കല്ലേ പറഞ്ഞേ? ഞാൻ എടുത്ത് തരും, നിങ്ങളത് കഴിക്കും. ഈ മരുന്നിന്റെ കാര്യം പോട്ടെ, പക്ഷെ നിങ്ങൾ അപ്പേടുന്ന കാര്യം തന്നെ എന്റെ അടുത്ത് ഒടിപ്പിച്ചു വെച്ചേ. എനിക്ക് പേടിയാടാ. ആ പേടി കാരണം തന്നെയാണ് എനിക്ക് താങ്ങാൻ കഴിയാത്തത്. നീയും കൂടി ഇങ്ങനെയാവല്. ഇനിയിപ്പോൾ അഭയം കീർത്തനൊക്കെ ആയിരിക്കും എനിക്ക് വലുത്. അവര് നിനക്ക് വിശ്വസിക്കാം. പക്ഷെ ഒരു കാലത്ത് നിന്റെ കൂടെ ഇരുന്നതും നിന്നെ സഹായിച്ചതൊക്കെ ഞാനാണ്. ഒരു കാര്യം ചോദിക്കണം വിചാരിച്ചിരുന്നതാ. ഈ ഫോട്ടോയിലുള്ള പെൺകുട്ടിയേതാ? എങ്ങോട്ടേ പോണേ? ഇങ്ങോട്ട് വാ. സഞ്ജുവെ തെണ്ടി നശിപ്പിച്ച്. ഞാനെന്നാ പോട്ടെ. ശരി, ബൈ.
നിനക്കിട്ട് വെച്ചിട്ടുണ്ടടങ്ങ. എന്റെ ദൈവമേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നെ കാലമാറിന്റെ കൈ കൊണ്ട് തന്നെ ചെന്ന് ചാടിച്ച്. മോളെ, ഇങ്ങനെ കറങ്ങിട്ട് എന്ത് നേടാനാ? നീ വന്ന് വല്ലതും കഴിക്ക്. ഇല്ല എന്റെ അമ്മ വരുന്ന വരെ ഞാൻ ഒന്നും കഴിക്കില്ല. വേണ്ടമ്മ, ഞാൻ അവൾക്ക് ഭക്ഷണം എടുത്ത് കൊടുത്തോളാം. നിനക്കിപ്പോ എന്താടി ഇത്ര കുഴപ്പം? എന്തിനെങ്കിലും ഇന്ന് കാര്യമാണ്? ഒന്ന് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ അത് നിനക്ക് പറ്റൂല. ഇങ്ങനെയാണെങ്കിൽ സോമനാണ് നിന്റെ പ്ലാൻ എങ്കിൽ അതും കൂടി പറഞ്ഞിട്ട് അങ്ങ് ചാവും. പക്ഷെ ഒന്നുണ്ടടി, നിന്നെ ജീവനോടെ കാണാൻ ആഗ്രഹമുള്ളവരുണ്ടടി ഇവിടെ. സോറിയടാ, എനിക്ക് ജീവിക്കുന്നത് ഒരാഗ്രഹവുമില്ല. പക്ഷെ നീ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ലടാ. ഇവിടെ ഞാൻ വെറുതെ വന്നതാ. നുണ പറയേണ്ട ഒരു ആവശ്യമില്ല. കണ്ടാ അറിയാ എന്നെ കാണാൻ വേണ്ടി വന്നതാന്ന്. സോറി നന്ദന, എല്ലാത്തിനും സോറി. നീ തന്നെയാണ് എന്റെ പണ്ടത്തെ നന്ദനാന്ന് ഞാൻ അറിഞ്ഞു പോലില്ല. അന്നൊരു സച്ചിൻ ഓഫീസിൽ വന്നപ്പോ എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നീ എന്റെ പഴയ നന്ദനാന്ന്. സഞ്ജു, എവിടെടാ? എവിടെ എന്റെ അബി? പറയടാ. ഇന്നാളെ ഇങ്ങോട്ട് ഈ വഴി വന്നിട്ട് ഓരോന്നും പിടിച്ച് കൂവിയിട്ടല്ലേ പോയത്? അപ്പോ അവന് നീ തന്നെയല്ലേ കൊണ്ടുപോയത്? എവിടെടാ? എവിടെടാ നീ അവനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? പറയടാ. നിർത്തടി. കുറെ നേരെ അവളുടെ ഒരു അബി അവനെവിടെയാന്ന് എനിക്കൊന്നും അറിയില്ല. നീ നോണ പറയാ. അവൻ എവിടെടാ? പറയ്, അവൻ എവിടെ? എന്റെ അബി എവിടെ? ഞാനിങ്ങോട്ട് വന്നത് തന്നെ ഇവളെ കാണാനാ, അല്ലാണ്ട് നിങ്ങളെയല്ല. ചേച്ചി കണ്ണോർക്ക്. ചേട്ടാ, ചേച്ചി ഒന്ന് വേഗം വന്നേ. ചേട്ടാ, ഇവൾക്ക് എന്താ പറ്റി? കീർത്തന എനിക്ക് പോയി കാറെടുക്ക. ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. നിങ്ങൾ വരണ്ട, ഇവിടെ അമ്മേച്ചനുള്ളതല്ലേ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നാ മതി. ഞാൻ കീർത്തനെ കൊണ്ടുപോയിക്കോളാം ഹോസ്പിറ്റലിലേക്ക്. എന്തൊക്കെ സംഭവിക്കണം ഇവിടെ? ചേച്ചിക്കൊന്നും ഉണ്ടാവാണ്ടിരുന്ന മതിയായിരുന്നു. ആദ്യം അബീന കാണാണ്ടായി. ഇപ്പൊ നമ്മുടെ കീർത്തനയ്ക്ക്. നന്ദുവും കീർത്തനയുടെ പോയി. ഇപ്പൊ തന്നെയല്ലേ അവര് പുറത്തേക്ക് ഇറങ്ങിയത്? അത് അച്ഛാ, അവര് എന്ത്? കീർത്തനനെ ഹോസ്പിറ്റൽ കൊണ്ടുപോയിന്ന? ദൈവമേ, നിനക്ക് ഇനിയും മതിയായില്ലേ ഇവരെട്ടെന്നെ കളിപ്പിച്ചിട്ട്? ഇത് കരയേണ്ട സമയമല്ല. ഇപ്പൊ നമ്മൾ അറിയേണ്ടത് അഭിയേട്ടൻ എവിടെ പോയിന്ന. അഭിയേട്ടനെ നമുക്ക് കിട്ടിയ കീർത്തനേച്ചിക്ക് ഒന്നും പറ്റൂല. നന്ദന, അഭിന്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടാണ് കിരൺ. അവനാണെങ്കിൽ ഇന്നലെ രാവിലെയാണ് ലാൻഡ് ചെയ്തത്. അഭിനെ കാണാണ്ടായതോ ഇന്നലെ നൈറ്റ്. അവനൊന്ന് വിളിച്ചു നോക്ക്, അവരോട് ഇങ്ങോട്ട് വരാൻ പറ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സംസാരിക്കാലോ. ഹലോ ഏട്ടനൊന്ന് വീട്ടിലേക്ക് വരാൻ കഴിയോ?
എന്താന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഏട്ടൻ വീട്ടിലേക്ക് വാ. എന്തിനാ എന്നെ വിളിച്ചേ? ഏട്ടാ, ഇന്നലെ അവിടെ അഭിയേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ നൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ തന്നെ അവൻ പോയല്ലോ. അഭിയേട്ടൻ എവിടെ പോയെന്നറിയോ? അവൻ എവിടെ പോകുന്ന എനിക്കറിയോ? എന്താ സംഭവം? എല്ലാരും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കണേ. എടി, ഞാൻ വക്കീലാന്നിട്ട് കാര്യമില്ല. ഇത് പോയിട്ട് നീ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യും. അവനെ നീ കിട്ടുന്നില്ലെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വെക്കും. ഇനി അതേ ഉള്ള വഴി. അഭിയേട്ടൻ ഇനി കിട്ടുന്നില്ലെങ്കിൽ എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. ഇപ്പൊ കണ്ടില്ലേ കീർത്തനേച്ചിന്റെ അവസ്ഥ? ഇത് കണ്ടിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ്. എന്തായാലും അറിഞ്ഞത് നന്നായി അവൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിലും അവൻ സേഫ് ആയിരുന്നു എന്നറിയാലോ. ഞാൻ എന്തായാലും അവനെ കുറിച്ച് അന്വേഷിക്കാം. എന്നാ ശരി, ഞാൻ പോട്ടെ. അഭിനൊന്ന് കിട്ടിയാ മതിയായിരുന്നു. അഭിയേട്ടനെ നമുക്ക് കിട്ടും, കിട്ടാതിരിക്കൂല. അഭിയേട്ടൻ നമ്മളില്ലാണ്ട് പിന്നെ ആരോ ഉള്ളേ. എടാ എനിക്കൊരു കാര്യം പറയണ്ട നിന്നോട്. എന്താടാ കാര്യം പറ. ഇല്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. ഇത് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല.